യൂട്യൂബ് ചാനൽ കുറുമ്പീസ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ചൊക്കെ ഇതുണ്ട് ഞങ്ങൾക്ക് വേഗം പോയി ബ്രഷ് ചെയ്യണം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇന്ന് എന്താന്ന് വെച്ചാൽ നാളെയാണ് നമ്മുടെ വിഷു. അപ്പൊ വിഷു വ്ലോഗും രണ്ടും കൂടി ആയിട്ടാവും നമ്മൾ കാണിക്കുന്നത്. ഈ വിഷു ഈ കൊല്ലത്തെ വിഷുവിന് അമ്മ ഞങ്ങൾക്ക് ഒരു ടാസ്ക് തന്നിരിക്കുകയാണ്. ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് വിഷു കണി വെക്കാൻ പോകുന്നത്. അമ്മ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും, പക്ഷെ ഞങ്ങളാണ് ഇന്ന് മൊത്തം വിഷുക്കണി ഒരുക്കാൻ പോകുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഫസ്റ്റ് ടൈമാണ്. ഞങ്ങൾ അമ്മേനെ കഴിഞ്ഞ പോലൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നല്ലാതെ ഞങ്ങള് മൊത്തത്തിൽ ചെയ്തിട്ടില്ലേ രണ്ടാൾക്കാരും കൂടി. അപ്പൊ അതൊരു ഞങ്ങൾക്കൊരു ടാസ്ക് ആണ്. അപ്പൊ അത് അമ്മ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഗൈസ്. ഒരു മൂവിക്ക് പോകാനുണ്ട്, പിന്നെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ രണ്ടും കൂടി വീഡിയോയിൽ കാണിച്ചിരുന്നു ഞങ്ങള്. സോ അതാണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ വേഗം പോയി ബ്രഷ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തു. സോ ഗൈസ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് നമ്മളിപ്പോ ഇപ്പൊ 13-ാം തീയതിയാണ്, നാളെയാണ് വിഷു. അപ്പൊ അതിന് മുമ്പേ നമ്മൾ പടക്കം പൊട്ടിക്കാൻ പോവാണ്. തലേ ദിവസമാണല്ലോ, അതുകൊണ്ട് രാത്രിയും കുറച്ചൊക്കെ പൊട്ടിക്കും. പിന്നെ ഇപ്പൊ പടക്കം പൊട്ടിക്കും. പൂത്തിരിയൊക്കെ നമ്മള് രാത്രി കത്തിക്കും. നമുക്കൊരു പടക്കം പൊട്ടിക്കാം. ഒക്കെ അറിഞ്ഞിട്ട് നമ്മുടെ പൂച്ച അതാ ഓടാൻ പോവാണ് ഗൈസ്. പടക്കം പൊട്ടിക്കണ്ടെന്ന് പൊട്ടിക്കുന്നത്. അതെ, 2 പൂച്ചകൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് അച്ഛനാണെങ്കിൽ അതിങ്ങനെ അയ്യോ കത്തിക്കാൻ തയ്യാറെടുക്കുകയാണ്. പൊട്ടിക്കാൻ അപ്പൊ ഗൈസ് നമ്മളിതാ പടക്കൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ചൊക്കെ കഴിച്ച് ഇനി നമ്മൾ നേരെ ഇതാ നമ്മൾ മൂവി കാണാൻ പോവാണ്. യെസ് ഗൈസ്, നമ്മൾ കാണാൻ പോകുന്ന മൂവി ആലപ്പുഴ ജിങ്കാനയാണ്. അതെ, സോ 2:30 ഷോ ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. യെസ്, അപ്പൊ നമുക്ക് വേഗം ഞങ്ങൾ പൊട്ടിച്ച പടക്കത്തിൽ ഒരു ചെറിയ പടക്കമുണ്ട് ഗൈസ്. അതാണ് ശരിക്കുള്ള പടക്കത്തിനെക്കാട്ട് നല്ല സൗണ്ട് ഉണ്ടായത്. ആ പടക്കത്തിനായിരുന്നു. ഇനി രാത്രി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ പൂത്തിരി വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ പൂത്തിരി കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രിക്കൊന്നും ഉണ്ടാവില്ലല്ലോ. അതെ, സോ നമുക്കിനി വേഗം സിനിമയ്ക്ക് പോവാം. അപ്പൊ ഗൈസ് ഞങ്ങൾ സിനിമ കണ്ടിറങ്ങി. നല്ല അടിപൊളി സിനിമ, നല്ല സിനിമയാണ് ഗൈസ്. എങ്ങനെയുണ്ട് അമ്മ സിനിമ? അടിപൊളി, പറയാൻ വാക്കുകളില്ല. നല്ല സിനിമയായിരുന്നു. എല്ലാവരും പോയി. ഞങ്ങളിപ്പം ബാറ്റിൽ കയറി, സിനിമ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ബാറ്റിൽ കയറി. അപ്പൊ അമ്മ അവിടെ ഷൂ നോക്കാണ്, ഞങ്ങൾ വെറുതെ ഇവിടെ ഇരിക്കുകയാണ്. പിന്നെ ഗൈസ് രാത്രി ആയപ്പോഴേക്കും ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ കയറി. ഞങ്ങൾ ഇന്നത്തെ ദിവസം മൊത്തം ടയേർഡായിരുന്നു. അച്ഛൻ്റെ ഫ്രണ്ടായ രാഹുൽ മാമി നമ്മുടെ കൂടെ ഡിന്നർ കഴിക്കാനുണ്ടായിരുന്നു. സോ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇപ്പോഴാണ് കേട്ടോ ഒന്ന് വീട്ടിലെത്തിയത്. നമ്മൾ ഇന്ന് ഫുള്ള് വൈകി, നമ്മൾ കണി ഒരുക്കിയിട്ടില്ല. ഇപ്പം ഇനി ഒരുക്കാൻ തുടങ്ങണം. അപ്പം നിങ്ങൾക്കും കാണിച്ചു തരാം ഞങ്ങൾ എങ്ങനെയാണ് കണി ഒരുക്കുന്നത് എന്ന്. സോ പിന്നെ ഞങ്ങൾ രാത്രി സൽക്കാര റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചു, ഡിന്നർ കഴിച്ചു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു. ഇനി നമുക്ക് വേഗം കണി ഒരുക്കണം. ഓക്കെ ഗൈസ്, സോ നീലു ഇപ്പോൾ ഫ്രഷ് ആവാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഫ്രഷായി വന്നു. അപ്പോൾ നമുക്കിനി കണി ഒരുക്കാൻ സ്റ്റാർട്ട് ചെയ്യാം.
സോ ഗൈസ് ഞങ്ങൾ അങ്ങനെ കണി ഒരുക്കി. ഞങ്ങളുടെ ബാക്കിൽ ഇതാ ഞങ്ങൾ ഒരുക്കിയ കണിയുണ്ട്, പക്ഷെ അത് ഇപ്പൊ കാണിച്ചില്ല. നിങ്ങളും ഞങ്ങളുടെ കൂടെ നാളെ രാവിലെ കണി ഉണ്ടാവും. ഞങ്ങൾ രണ്ടാൾക്കാരും കൂടി ഒറ്റയ്ക്ക് ഒരുക്കി കണിയാണ്. അതെ, സോ അത് നമ്മുടെ ബാക്കിലുണ്ട്. നമ്മള് പുലർച്ചെ കാണിച്ചു തരാം. സോ ഇപ്പൊ ഞങ്ങൾ പോയി കിടക്കട്ടെ. അപ്പൊ ഗൈസ് ഇതാണ് ഞങ്ങൾ ഒരുക്കിയ കണി. ഞങ്ങൾ ഒരുക്കിയ കണി എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഇനി നമുക്ക് പോയി കുറച്ച് പടക്കം പൊട്ടിക്കാം. ഹാപ്പി വിഷു ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളിതാ കിഴിശ്ശേരി എത്തി. യെസ് ഗൈസ് നമ്മൾ കിഴിശ്ശേരി എത്തി. ഇനി നമ്മൾ സദ്യ ഉണ്ണാൻ പോവുകയാണ്. ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ. അപ്പൊ ഞങ്ങൾ സദ്യ വട്ടങ്ങളൊക്കെ കാണിച്ചു തരാം. സോ ഇതാ ഇവിടെ അച്ഛനും അമ്മയും വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പോയി ഇരുന്ന് കഴിക്കട്ടെ. ഞങ്ങളിതാ ലോങ്ങസ്റ്റ് പൂത്തിരി കത്തിക്കാൻ പോവാണ് ഗൈസ്. യെസ് ഗൈസ് പുകയൊക്കെ ഉണ്ടായോണ്ടാണ് ഒന്ന് മാസ്ക് എടുത്തിട്ടത്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് എവിടെയാ കത്തിക്കുക? അപ്പൊ ഗൈസ് ഇതായിരുന്നു നമ്മുടെ വീഡിയോ. അപ്പൊ നമ്മൾ നല്ല വിഷു ഒക്കെ നമ്മൾ നല്ല അടിച്ചു പൊളിച്ചു, നന്നായി സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ ആദ്യം അക്കൊക്കെ വന്നിട്ട് മൊത്തം ഞങ്ങൾ പടക്കമൊക്കെ പൊടിച്ച് വിഷു കളറാക്കി ഗൈസ്. പിന്നെ ഇത് നമ്മുടെ ഒരു ഡേ ഇൻ ആ ലൈഫ് പ്ലസ് വിഷു വ്ളോഗ് ആയിരുന്നു. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേഗം പോയി കമന്റ് ചെയ്യുക. അത് മാത്രമല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും ദിസ് ഇസ് നീലാംബരി, ദിസ് ഇസ് ഇന്ദ്രനീല സൈനിങ് ഓഫ്.